വാർത്തകൾ വിശദമായി നോക്കാം. മറ്റൊരു വാർത്തയാണ് ആദ്യം എത്തുന്നത്. കോഴിക്കോട് പാന്റിന്റെ പോക്കറ്റിൽ വെച്ചിരുന്ന ഫോൺ പൊട്ടിത്തെറിച്ച് യുവാവിന് പൊള്ളലേറ്റു. റെയിൽവേ കരാർ തൊഴിലാളിയായ ഫാരിസ് റഹ്മാനാണ് പൊള്ളലേറ്റത്. ഫാരിസ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടി. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, എന്താണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. റെയിൽവേ കരാർ തൊഴിലാളിയായ ഫാരിസ് റഹ്മാന്റെ പോക്കറ്റിൽ വെച്ച ഫോണാണ് പൊട്ടിത്തെറിച്ചത്. ആദ്യം ഫോണിന്റെ അതായത് പോക്കറ്റിൽ നിന്നും വെച്ച ഫോണിൽ നിന്നും ഒരു തീ പടരുന്നതായി കാണുകയായിരുന്നു. ഉടൻ തന്നെ ആ പാൻറ്റിന്റെ ആ പോക്കറ്റിന്റെ ആ ഭാഗം കത്തുകയും ചെയ്തു. ആ ഫോണിന്റെ ബാറ്ററിയാണ് പൊട്ടിത്തെറിച്ചത് എന്നാണ് വ്യക്തമായത്. പിന്നീട് പൊള്ളലേറ്റ യുവാവ് ഈ ഫാരിസ് റഹ്മാൻ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. റിയൽമി 8 എന്ന ഒരു ഫോണാണ് ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചത്. കഴിഞ്ഞ 2 വർഷമായി ഫാരിസ് റഹ്മാൻ ഇതേ ഫോണാണ് ഉപയോഗിച്ചിരുന്നത്. ആ സമയങ്ങളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ഫാരിസ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇന്ന് രാവിലെ ഓഫീസിൽ എത്തിയപ്പോഴാണ്, അതായത് ജോലിയുടെ ഭാഗമായി കരാർ തൊഴിലാളിൻ്റെ ഭാഗമായി റെയിൽവേ ഓഫീസിൽ എത്തിയ സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത്. പിന്നീട് ഇദ്ദേഹം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഫിജി.